ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ വൻപയറിന് പകരം ചെറുപയറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഐറ്റാണ്. അപ്പൊ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് മത്തങ്ങ കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. പിന്നെ ചിലര് തൊലിയോട് കൂടിയിട്ട് എടുക്കും. ഞാനിവിടെ അങ്ങനെ ചെയ്യണില്ല. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുപയർ വേണം. ഒരു 1/4 കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. 3-4 വിസിൽ വിളിച്ചാൽ റെഡി ആയി കിട്ടും. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് അപ്പൊ അതവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മൺചട്ടിയിൽ നമുക്ക് മത്തൻ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 4-5 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയമുളക് അല്ല കേട്ടോ, സാധാ എരിവുള്ള മുളകാണ്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാൻ ആവശ്യത്തിന്. ഇത് അധിക നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചെറുപയറും മത്തനൊക്കെ വെന്ത് വരുന്ന ടൈം കൊണ്ട് അരപ്പ് തയ്യാറാക്കുക. 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 4-5 ചെറിയുള്ളി, പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ മത്തനിൽ പച്ചമുളകും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. 2 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് വേപ്പില. എന്റെ കയ്യിലുള്ളത് ഫ്രഷ് വേപ്പിലല്ല കേട്ടോ, അപ്പൊ ക്ലൈമറ്റിന്റെ തോന്നുന്നു പെട്ടെന്ന് തന്നെ കേടരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ അരപ്പ് അവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ മത്തനും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് തവിയിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കട്ടെ. അപ്പൊ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. ഇപ്പൊ കുക്കർ 4 വിസിൽ വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. ചെറുപയറൊക്കെ വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് ഉടയരുത്. ഇനി ഇത് നമുക്ക് മത്തനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതാ ചെറുപയറും മത്തനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. ആ ജാറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് കറി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. ഇനി ഇത് ഒരുപാട് അങ്ങ് തലച്ചതാവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. മത്തനായതുകൊണ്ട് പ്രത്യേകിച്ചും ഇതിങ്ങനെ പിരിഞ്ഞ പോലെ ആവും. അപ്പൊ ചെറുതായിട്ടൊന്ന് ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മത്തൻ കറി ഇവിടെ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്കൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഒരു 4-5 ചെറിയുള്ളി അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈമിന് വേണമെങ്കിൽ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അത് ചേർക്കുന്നില്ല. 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ ആക്കിയിട്ട് എടുക്കുക. ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഈ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് പച്ചമുളക് വാങ്ങിച്ചപ്പോൾ അതിൽ ഒരുപാട് ചുവന്ന മുളക് ഉണ്ടായി. അതെല്ലാം പെറുക്കിയെടുത്ത് കഴുകി ഉണക്കി വെച്ചതാണ്. നല്ല കളറും കിട്ടും, അതുപോലെ തന്നെ നല്ലോണം എരിവും ഉണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം പിരിയൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ പിരിയൻ മുളക് ഇങ്ങനെയുള്ള ടൈമിൽ ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് ഒരിഞ്ഞു കിട്ടും. അപ്പൊ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടാ. നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ തേങ്ങ ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക.
നമുക്ക് വേഗം തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറെ നേരം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കരിഞ്ഞു പോയാൽ പിന്നെ ആ ടേസ്റ്റ് അങ്ങ് പോവും. അപ്പൊ ഇതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറുപയർ ചേർത്തുള്ള മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോ നമ്മള് ചോറിന്റെ കൂടെ മാത്രമല്ല, രാത്രി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഈ ഒരൊറ്റ കറി മാത്രം മതി, അത് കൂട്ടിട്ട് തന്നെ കഴിക്കാൻ കഴിയും. ചിലർക്കൊക്കെ മധുരമുള്ള കറി ഇഷ്ടമുണ്ടാവില്ല, മത്തങ്ങ പോലത്തെ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനത്തെവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. അല്ലാതെ മത്തങ്ങ കറി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു കറി എന്തായാലും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.